നമസ്കാരം. ഇന്നത്തെ വീഡിയോ 2026 മാർച്ചിൽ SLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഈ കുട്ടികളുടെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ അവർക്ക് പരീക്ഷയ്ക്ക് ശേഷം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ബയോഡേറ്റ സൈഡ്, അതായത് കുട്ടികളുടെ ഡീറ്റെയിൽസ്, രക്ഷിതാക്കളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ആ ബയോഡേറ്റയുടെ ഒരു പകർപ്പ് എക്സാമിൻ്റെ സൈറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്താനുള്ള സമയമാണ്. അതിനാണ് ഇപ്പോൾ പരീക്ഷാ ഭവൻ അനുമതി നൽകിയിട്ടുള്ളത്. തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിൻ്റെ സൈറ്റിൽ ആണ് ഇത് വന്നിട്ടുള്ളത്. ഇതിലേക്ക് എത്താനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിന്നെ സ്ക്രീനിലേക്കാണ് നിങ്ങൾ എത്തുക. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇതിൽ തെറ്റുകൾ ഉണ്ടാവാം. നമ്മൾ 1-ാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ ഇതൊക്കെ കൊടുത്ത് ഒരു അപേക്ഷയും കൂടി നമ്മൾ കൊടുക്കാറുണ്ട് സ്കൂളിൽ ചേരുന്ന സമയത്ത്. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കുട്ടിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അവിടെ അഡ്മിഷൻ രജിസ്റ്ററിലേക്ക് എഴുതുന്നത്. ആ അഡ്മിഷൻ രജിസ്റ്ററിലുള്ളത് പിന്നെ സമ്പൂർണ്ണ അങ്ങനെ വന്ന് പിന്നെ അടുത്ത സ്കൂളിലേക്ക് TC വാങ്ങി അങ്ങനെ നമ്മൾ പോവാണ്. ഇതിനിടയിൽ എന്തെങ്കിലും നമ്മൾ അന്ന് അപേക്ഷ കൊടുത്തപ്പോൾ ഉണ്ടായ തെറ്റുകളോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും അധ്യാപകരോ ക്ലർക്കുമാരോ അഡ്മിഷൻ രജിസ്റ്ററിലേക്ക് എടുത്തെഴുതുമ്പോഴുള്ള തെറ്റുകളോ ഒക്കെ വന്നിട്ടുണ്ടാവാം. ആ തെറ്റുകളൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്ത് വന്നു, നമ്മൾ അറിയുന്നില്ല. അത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് തിരുത്താൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇനി സർട്ടിഫിക്കറ്റിന് മുമ്പ് ഇപ്പം ഈ അവസരം അല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തിരുത്തലുകൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആണെങ്കിൽ തിരുത്തലുകളൊക്കെ തന്നെ സ്കൂളിൽ നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു എക്സാമിൻ്റെ സൈറ്റിൽ ഇതിലേക്ക് എത്തുന്ന ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. അവിടെ ആ ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. നമുക്ക് ഈ സ്ക്രീനിലേക്കുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉണ്ട് നിങ്ങളുടെ സ്കൂള് ഇരിക്കുന്ന സ്ഥലത്തെ, നിങ്ങളുടെ കുട്ടിയുടെ സ്കൂള് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വിദ്യാഭ്യാസ ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്, ജില്ലയല്ല. അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജില്ലയിൽ തന്നെ ഒന്നിൽ കൂടുതൽ വിദ്യാഭ്യാസ ജില്ലകൾ സാധാരണഗതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ആ വിദ്യാഭ്യാസ ജില്ലയുടെ ഓഫീസ് എന്ന് പറയുന്നത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസാണ്, അതായത് DO ഓഫീസ് എന്ന് പറയും. അപ്പോൾ DO ഓഫീസാണ് അതിൻ്റെ ഒരു വിദ്യാഭ്യാസ ജില്ലയുടെ ചാർജ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ 3 എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റുകളുണ്ട്, അതായത് 3 വിദ്യാഭ്യാസ ജില്ലകളുണ്ട്. അതായത് തളിപ്പറമ്പ്, തലശ്ശേരി, കണ്ണൂർ. അങ്ങനെ ഓരോ ജില്ലയിലും പല വിദ്യാഭ്യാസ ജില്ലകൾ ഉണ്ട്, അഥവാ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ആ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ സെലക്ട് ചെയ്താൽ മതി. അത് ഇത് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക, അതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം സെലക്ട് സ്കൂള്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ കുട്ടി പഠിക്കുന്ന സ്കൂള് സെലക്ട് ചെയ്യുക. അതിനുശേഷം അഡ്മിഷൻ നമ്പർ കൊടുക്കണം, പ്രവേശന നമ്പർ. ആ പ്രവേശന നമ്പർ അഥവാ അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചാൽ അഡ്മിഷൻ നമ്പർ പറഞ്ഞു തരും. ഈ അഡ്മിഷൻ നമ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ സ്കൂളിൽ 1-ാം ക്ലാസ്സിലാവണമെന്നില്ല, നിങ്ങളിപ്പോൾ പഠിക്കുന്ന 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളിൽ പ്രവേശിക്കുന്ന സമയത്ത്, അത് ചിലപ്പോൾ 5-ലായിരിക്കും അവിടെ പ്രവേശിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 1-ാം ക്ലാസ്സിലായിരിക്കും, ചിലപ്പോൾ 8-ാം ക്ലാസ്സിലായിരിക്കും, അല്ല ഏത് ക്ലാസ്സിലും ആവാം. അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് ആ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു പ്രവേശന നമ്പർ അഥവാ അഡ്മിഷൻ നമ്പർ നൽകിയിട്ടുണ്ടാവും. ആ അഡ്മിഷൻ നമ്പർ നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിൽ ഉണ്ടാവും. ഒപ്പം നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഇപ്പോൾ ഹാജർ വിളിക്കുന്ന
ക്ലാസ് ടീച്ചറുടെ ഹാജർ പട്ടികയിലും ഈ പ്രവേശന നമ്പർ, അഡ്മിഷൻ നമ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ടീച്ചറോട് ചോദിച്ചാൽ ഉടൻ നിങ്ങൾക്ക് ആ അഡ്മിഷൻ നമ്പർ പറഞ്ഞു തരും. അതിന് ചിലപ്പോൾ 4 അക്കങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ 5 അക്കം ഉണ്ടാവും, ചിലപ്പോൾ 6 അക്കമുള്ള സ്കൂളുകളും ഉണ്ട്. അപ്പോൾ ആ അഡ്മിഷൻ നമ്പർ നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. അത് വേറൊരു കുട്ടിക്കും ഒരു കൊല്ലവും ഉണ്ടാവില്ല. ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ നമ്പർ നിങ്ങളുടേത് മാത്രമാണ്. ഒരിക്കൽ പോലും അതിന് വേറൊരു അവകാശി ഉണ്ടാവില്ല എന്ന കാര്യവും ഞാനിവിടെ പറയാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടല്ലോ, DD-MM-YYYY, അങ്ങനെ ആ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം, 10 മെയ് 3 2010 ആണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെക്കുക. അപ്പോൾ 03 ഹൈഫൺ 05 ഹൈഫൺ 2010 2010 അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യണം. അതാണ് ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ അത് ടൈപ്പ് ചെയ്യുക. ഇനി ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ദ ക്യാപ്ച ടെസ്റ്റ് ഹിയർ, അത് കൊടുക്കുക. ദെൻ ഷോ, താഴെയുണ്ട് ഷോ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് വ്യൂ. കുട്ടിയുടെ വിശദാംശങ്ങൾ കാണാം എന്ന് പറയുന്ന അവിടെ നിങ്ങൾ ഷോ കാൻഡിഡേറ്റ്സ് ഡീറ്റെയിൽസ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുട്ടിയെ പറ്റിയിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റിൽ വരാനിരിക്കുന്ന ഡീറ്റെയിൽസ് വരും. അതിൽ പ്രധാനപ്പെട്ടമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഞാൻ ഈ സമയത്ത് പറയാണ്. ഒന്ന്, പേരും ഇനിഷ്യലും. കുട്ടിയുടെ പേര്, ഇനീഷ്യൽ, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിക്കണം. തെറ്റ് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഒത്തുനോക്കേണ്ടത്. അതിൽ എന്തെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേരും ഇവിടെയുള്ള പേരും തമ്മിൽ വ്യത്യാസം, ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇപ്പോൾ തിരുത്താം. അതിനാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇനി പേര് മൊത്തത്തിൽ മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിക്ക് മാറ്റാനുള്ള അവസരമുള്ളൂ. ഗസറ്റിൽ പരസ്യം ചെയ്തിട്ട് വേണം മാറ്റാൻ. അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ചെറിയ സമയത്തിൽ നടക്കില്ല. SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷവും ആയത് ചെയ്യാം. ഗസറ്റ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ SSLCയിലെ പേര് ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. തൽക്കാലം തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തൽ മാത്രമേ, അതിനുള്ള സമയം മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന കാര്യം ഞാനിവിടെ പറയുകയാണ്. ഇനി അടുത്തത് അതിനകത്തുണ്ടാവുക പേര് മലയാളത്തിലാണ്. പേര് മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന പേര് മലയാളത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അതിന് പ്രത്യേക തെളിവൊന്നും വേണ്ട. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു പേര് തന്നെ ഇംഗ്ലീഷിൽ എഴുതുന്ന പേര് മലയാളീകരിക്കുമ്പോൾ അത് പല രീതിയിൽ നമുക്ക് എഴുതാം. ഒരു ഉദാഹരണം, ഇപ്പം മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന ഒരു പേര്, ആ പേര് മലയാളത്തിൽ എഴുതുമ്പോൾ മുഹമ്മദ് ഷെരീഫ് എന്നും എഴുതാം, അല്ല മുഹമ്മദ് ഷെരീഫ് എന്നും എഴുതാം. ഷായും വെച്ച് എഴുതാറുണ്ട്. അപ്പോൾ അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ വേണമോ അത് തീരുമാനിക്കേണ്ടത് കുട്ടിയും രക്ഷിതാവും തന്നെയാണ്. അപ്പം മലയാളത്തിൽ എന്തെങ്കിലും എഴുതുന്നതിൽ വ്യത്യാസമുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറോട് കാര്യം പറഞ്ഞ് ആയത് തിരുത്താവുന്നതാണ്. അപ്പം എല്ലാ തിരുത്തുകളും പോകുന്നത് ക്ലാസ് ടീച്ചറിലൂടെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ക്ലാസ് ടീച്ചറെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആയത് തിരുത്താവുന്നതാണ്. ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്താം. ഹെഡ് മാഷിന് തിരുത്താനുള്ള അവകാശമുണ്ട്. ജനനത്തീയതിയിലുള്ള തെറ്റ് എന്ന് പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ടാണ് തെറ്റ് നിൽക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റിൽ വ്യത്യാസമുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അല്ല ഇവിടെയെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ളതാണ് കറക്റ്റ്, തിരുത്താവുന്നതാണ്. ഇനിയിപ്പോൾ 500 രൂപ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ച് പിന്നെ ട്രഷറിയിൽ അല്ലെങ്കിൽ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ
തിരുത്തിയിട്ട് പ്രൊസീഡിങ്സ് വെച്ച് ഹെഡ് മാസ്റ്റർ ആയത് ഇപ്പോൾ തിരുത്തും. വേറെ എവിടെയും പോകണ്ട, ഹെഡ് മാസ്റ്ററിനുള്ള പവറുണ്ട്. അതാണ് ഇപ്പോൾ തിരുത്താൻ ഒരു പിന്നത്തെ തിരുത്തലിനൊക്കെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പോൾ പിന്നെ തിരുത്തേണ്ടി വന്നാൽ അത് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ ആദ്യം തിരുത്തണം. അതിനുശേഷം SSLC ബുക്കിൽ തിരുത്തണം. അത് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞിട്ടൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതിനാണ് ഇപ്പോൾ തിരുത്തം. ഇനി കാസ്റ്റാണ്, ജാതി. ജാതി സംബന്ധമായ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നല്ല, തഹസിൽദാർ അടുത്തുനിന്ന് കൃത്യമായി വാങ്ങി പ്രൊഡ്യൂസ് ചെയ്താൽ അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇനി അച്ഛൻ്റെയും അമ്മയുടെയും പേര്, അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്താം. ചില രജിസ്റ്ററുകളിൽ, മിക്കവാറും രജിസ്റ്ററുകളിൽ അങ്ങനെ തന്നെയാണ്, അച്ഛനും അമ്മയ്ക്കും ഇനീഷ്യൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ ഇനീഷ്യലുകൾ വേണമെങ്കിൽ നിങ്ങൾ ആയതോ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കണം. അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് നമ്മൾ തിരുത്തേണ്ടതാണ്. അതൊക്കെ ആഡ് ചെയ്ത് അച്ഛനും അമ്മയ്ക്കും യഥാർത്ഥത്തിലുള്ള ഒരു പേര് പൂർണ്ണമായിട്ട് പിന്നെ ഏതാ പറയേണ്ടത്, നമ്മുടെ ഇനീഷ്യൽ അടക്കമുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ള കാരണം. ഇനി ഇനീഷ്യൽ വേണ്ട, ഇതുപോലെ മതി എന്നാണ് തീരുമാനമെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പേര് വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ, പേരിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ പേരാന്നൊക്കെ തോന്നും. പക്ഷെ ഓരോ അക്ഷരവും എടുത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിലുള്ള ഒരു അഡ്രസ്സ് പോസ്റ്റൽ അഡ്രസ്സ്, പേരൻസിൻ്റെയോ ഗാർഡിയൻ്റെയോ ഒക്കെ പോസ്റ്റൽ അഡ്രസ്സാണ് ഇതിനകത്ത് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഈ പോസ്റ്റൽ അഡ്രസ്സ് വെക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ നിലവിൽ പ്രസന്റ് അഡ്രസ്സ് എന്താണോ അത് മാത്രമേ നോക്കുന്നുള്ളൂ. ഭാവിയിൽ നമ്മൾ അവിടുന്ന് താമസം മാറാം, വേറൊരു വീട്ടിലേക്ക് മാറാം, വലിയൊരു വാടകയ്ക്ക് വാങ്ങാം, വേറൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് നമ്മൾ പോകാം, വേറൊരു സ്ഥലത്തേക്ക് പോകാം, വേറൊരു ജില്ലയിലേക്ക് പോകാം, പലതും ആവാം. പക്ഷെ ഭാവിയിൽ നമ്മളുടെ അഡ്രസ്സ് ഈ SSLCയിലെ അഡ്രസ്സ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. SSLCയിലെ അഡ്രസ്സ് നമ്മൾ ഒരു മാനദണ്ഡമായിട്ട് എടുക്കാറേ ഇല്ല. SSLC സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലത്തും ഒരു പിന്നെ അഡ്രസ് പ്രൂഫായിട്ട് സ്വീകരിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള അഡ്രസ്സ് അവിടെ എന്താണോ അത് ചേർത്തിരിക്കുന്നു, അതൊക്കെ. ഭാവിയിൽ മാറുമ്പോൾ ഒന്ന് SLC ബുക്കിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അതവിടെ കിടന്നോളും. ഭാവിയിൽ മാറുമ്പോൾ നമുക്ക് വേണ്ട അഡ്രസ് പ്രൂഫുകൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലയിൽ ആധാറൊക്കെയാണ്. ഒരു എവിടെയാണ് നമ്മൾ സ്ഥിരതാമസം എന്ന് തെളിയിക്കുന്നതിനുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ആധാറൊക്കെയാണ്, അത് മതി. ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ SLC ബുക്കിലെ അഡ്രസ്സ് പിന്നീട് ശരിയാക്കണം, അത് അന്നേരം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. SSLC സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് എന്ന് പറയുന്ന നിലവിലൊരു അഡ്രസ്സ് നമ്മൾ ഇപ്പോൾ എവിടെ താമസിക്കുക ആ ഒരു അഡ്രസ്സ് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഭാവിയിൽ ആ അഡ്രസ്സ് മാറുന്നത് കൊണ്ട് ഒരു പ്രശ്നവും. ആ അഡ്രസ്സ് മാറുന്നതിനനുസരിച്ച് SSLC സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് മാറ്റുകയും വേണ്ട. ഇനി പിന്നെ പേഴ്സണൽ മാർക്ക് ഓഫ് ഐഡൻറ്റിറ്റി, നമ്മളെ സംബന്ധിക്കുന്ന പിന്നെ അടയാളങ്ങൾ, തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഓൾറെഡി നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. അതൊക്കെ അടയാളങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന വലിയ ബുദ്ധിമുട്ടുകൾ. അത് പിന്നെ ഒരു കാര്യം ഇപ്പോൾ തിരുത്തുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് ഇപ്പോഴും അതൊക്കെ തിരുത്തലുകൾ വരുത്താം. ഭാവിയിൽ കുറച്ചുകൂടി അത് ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാര്യം തിരുത്താനുണ്ടെന്ന് പറഞ്ഞ് ഓടിയിട്ട് കാര്യമില്ല. അന്നേരം +1 അഡ്മിഷന് പോകേണ്ടി വരും. അഡ്മിഷന് പോകേണ്ടി വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കേണ്ടി വരും. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പാൾ ഈ സർട്ടിഫിക്കറ്റ് തിരികെ തരാൻ 2 വർഷം കഴിയും. അപ്പോൾ പിന്നെ തിരുത്തൽ 2 വർഷം കഴിഞ്ഞിട്ടാവും. ആ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ വേറൊരു അഡ്മിഷന് വേണ്ടി പോകേണ്ടി വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഇപ്പോൾ ഈ സൈറ്റിൽ കയറി നമ്മൾ ഇത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായി ബന്ധപ്പെടുക, തിരുത്തുക. അപ്പോൾ ഈ അവസരം എല്ലാ കുട്ടികളും 2026 പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും ഉപയോഗപ്പെടുത്തണം. ഇത്ര മാത്രമേ ഇവിടെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. പിന്നെ SLC കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോകളും ഈ ചാനലിൽ ഉണ്ടാവും.
അതിനാൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ ഈ വീഡിയോ കണ്ട എല്ലാ കുട്ടികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും നന്ദി, നമസ്കാരം.